നമ്മളിപ്പോൾ ഈ സംസ്ഥാനം എവിടെ നിൽക്കുന്നു എന്നുള്ള ചിത്രം നോക്കിയാൽ ഇത് വളരെ വ്യക്തമായി മനസ്സിലാവും. അതായത് 9 വർഷം മുമ്പ് ഇദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ പിണറായി സർക്കാരിന്റെ 1.5 ലക്ഷം കോടി രൂപയുടെ കടവുമായിട്ടാണ് വന്നത്. ഇപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടത്തിൽ എത്തിയിരിക്കുന്നു. റിസർവ് ബാങ്കിന്റെ 2024 കണക്കനുസരിച്ച് കേരളത്തിന്റെ വളർച്ചാ നിരക്ക് പറയുന്നത് 3.5-3.5%. അതായത് ദേശീയ ശരാശരിയിൽ ഇത്രയും താഴെ നിൽക്കുന്ന മറ്റൊരു സംസ്ഥാനം ഇല്ല. ഗുജറാത്ത് 6.5%, തമിഴ്നാട് 5.5%. ആ രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും പിന്നിലേക്ക് പോവുകയാണ്. പണപ്പെരുപ്പ നിരക്ക് ഇന്ത്യയില് 3% കേരളത്തില് 7%. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താ? ഏതെങ്കിലും രീതിയിൽ ക്രിയാത്മകമായി, കൺസ്ട്രക്റ്റീവായി, പ്രൊഡക്റ്റീവായി, റീപ്രൊഡക്റ്റീവായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുന്ന സംസ്ഥാനമാണോ കേരളം? നോക്കുകൂലി നിലനിൽക്കുന്ന ലോകത്തെ ഒരേ ഒരു പ്രദേശം അത് കേരളമല്ലേ? കേരളം വിട്ടാൽ ലോകത്തെവിടെയെങ്കിലും, ഇന്ത്യയിൽ പോട്ടെ, ഏഷ്യയിൽ പോട്ടെ, ലോകത്തെവിടെയെങ്കിലും നോക്കുകൂലിയുണ്ടോ? 2024 ലേബർ സർവേ പ്രകാരം 30% തൊഴിലില്ലായ്മയാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. ദേശീയ ശരാശരിയൊക്കെ 10% തൊഴിലില്ലായ്മ കുറഞ്ഞപ്പോൾ ഇവിടെ 10% തൊഴിലില്ലായ്മ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ രംഗങ്ങളിലും സാമ്പത്തികമായിട്ട് തകരുമ്പോൾ എന്തിനും ഏതിനും ഒരു മറുപടി കണ്ടുവച്ചിരിക്കുന്നത് കേന്ദ്ര അവഗണന എന്നുള്ളതാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ കേന്ദ്രം അവഗണിക്കുന്നു എന്നാണ്. എന്നാൽ കേരളത്തിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി, ഞങ്ങൾ നടപ്പാക്കിയ പദ്ധതി ഇതാണ് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് ഫ്ലക്സ് ബോർഡ് വെക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയന് സാധിക്കുന്നില്ല? പിണറായി വിജയൻ പറയുന്നതെല്ലാം കേന്ദ്ര പദ്ധതികളുടെ മുമ്പിൽ. ഹൈവേ ഞങ്ങളുടെ ഹൈവേ, തുറമുഖം ഞങ്ങളുടെ തുറമുഖം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ബൈപ്പാസുകൾ എല്ലാം ഞങ്ങളുടേത് എന്ന് പറഞ്ഞ് ഫ്ലക്സ് ബോർഡ് വെക്കാൻ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ തൊലിക്കട്ടിയുള്ള ഒരു മുഖ്യമന്ത്രി എന്നതിലപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? ഇനി കേന്ദ്രം അവഗണിക്കുന്നു എന്നാണ് ആക്ഷേപമെങ്കിൽ ഈ കേരള സർക്കാരിന് നാളിതുവരെ ലഭിച്ചിരിക്കുന്ന കേന്ദ്ര സഹായത്തിന്റെ കണക്കെടുത്ത് നോക്കൂ. മറ്റേതൊരു കാലഘട്ടത്തിലും കിട്ടിയതിനേക്കാൾ ഇരട്ടിയിലും 3 ഇരട്ടിയിലും അധികം തുക കിട്ടിയിട്ടുണ്ട്. റോഡിന്റെ കാര്യം മാത്രം എടുത്താൽ 1,65,000 കോടി രൂപ ഇക്കാലം അത്രയും പിണറായി വിജയന്റെ ഭരണകാലത്ത് കേന്ദ്രം കേരളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട്. പിണറായി വിജയൻ അതിന്റെ ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് ബോർഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന്റെ ആനുകൂല്യം കേരളത്തിൽ വേണ്ട എന്ന് പറഞ്ഞതിന്റെ കണക്ക് കൂടി പിണറായി വിജയൻ പറയണം. അതായത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറഞ്ഞ് ആശുപത്രികൾക്ക് ബോർഡ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചു. കേരളം കൃത്യമായ കാരണം ചൂണ്ടിക്കാണിച്ച് നിരസിച്ചു. മന്ദിർ എന്ന വാക്ക് ഹിന്ദു വർഗീയതയായതുകൊണ്ട് ഞങ്ങൾക്ക് ആ പണം വേണ്ടാന്ന് പറഞ്ഞു. 867 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു. എന്നിട്ട് 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ബോർഡും വെച്ചു. പൈസക്ക് ഇപ്പൊ പുറകെ നടക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊടുക്കാം 1180 കോടി രൂപ എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രത്തിന്റെ പുതിയ എഡ്യൂക്കേഷണൽ പോളിസി ഞങ്ങളുടെ നയത്തിനെതിരാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനോട് സഹകരിക്കില്ല, അങ്ങനെയുള്ള പണം വേണ്ട എന്ന് പറഞ്ഞു. 1180 കോടി രൂപ അങ്ങനെ പോയി. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ചികിത്സ സൗജന്യമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര പദ്ധതിയോട് നിസ്സഹകരിച്ചു. അങ്ങനെ കിട്ടേണ്ട പണവും പോയി. അങ്ങനെ രാഷ്ട്രീയപരമായ നയത്തിന്റെ പേരിൽ, പ്രത്യയശാസ്ത്രപരമായ പോരാട്ടത്തിന്റെ പേരിൽ BJP സർക്കാർ തരുന്ന, കേന്ദ്ര സർക്കാർ തരുന്ന ഒരു പദ്ധതിയും കേരളം സ്വീകരിക്കില്ല എന്നുള്ള പ്രത്യയശാസ്ത്ര വരട്ടുവാദം. അതുകൊണ്ട് സംസ്ഥാനത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ള തുകയെല്ലാം നഷ്ടപ്പെട്ടു പോവുകയല്ലേ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വന്യജീവി 1100-ലധികം ജീവനാണ് പൊലിഞ്ഞത്. എല്ലാ വർഷവും 78 കോടി രൂപ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താ ഇവിടെ ചെലവാക്കുന്നത്? 2 ജീപ്പ് മേടിച്ചു എന്നാണ് കഴിഞ്ഞ തവണ 42 ലക്ഷം രൂപയുടെ ചെലവാണ് എഴുതിയിരിക്കുന്നത്. ബാക്കി തുക ലാപ്സാക്കി കളഞ്ഞു. 5 വർഷം കൂടുമ്പോൾ വനസംരക്ഷണത്തിന് വേണ്ടി, മൃഗസംരക്ഷണത്തിന് വേണ്ടി 600 കോടി രൂപയുടെ പ്രോജക്റ്റ് കൊടുക്കും. ആ പ്രോജക്റ്റ് ഇവിടെ കൊടുത്തിട്ടില്ല, അതും ലാപ്സാക്കി കളഞ്ഞു. കേരളത്തിന് കിട്ടേണ്ട വളം സബ്സിഡിയും വളത്തിന്റെ വിഹിതവും ഒക്കെ തന്നെ കേരളത്തിൽ എത്തിക്കുന്നില്ല. കാരണം കേരളത്തിൽ കിട്ടേണ്ട വളവും കാർഷിക ഉപകരണങ്ങളും അതിന്റെ വിതരണവും 100% അഴിമതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് കേന്ദ്രത്തിൽ കണക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നിരന്തരമായിട്ടുള്ള ഈ ആരോപണം കേട്ട് കേട്ട് മടുത്തപ്പോൾ നിർമ്മലാ സീതാരാമൻ വിളിച്ചല്ലോ, നിങ്ങളുടെ കണക്ക് കൊണ്ടുവാ. KV തോമസ് ഇവിടുന്ന് പോയല്ലോ, ഉദ്യോഗസ്ഥ വൃത്തവുമായിട്ട് ഡൽഹിയിൽ പോയി നിർമ്മലാ സീതാരാമനെ കണ്ടു. അപ്പോൾ നിർമ്മലാ സീതാരാമൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ടോ? കേന്ദ്രം അങ്ങോട്ട് തന്നതിന്റെയും തരാത്തതിന്റെയും കണക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എത്രയാണ് എന്നുള്ളതിന്റെ കണക്ക് കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു തുണ്ട് കടലാസ് പോലുമില്ലാതെ, യാതൊരു കണക്കുമില്ലാതെ എളിഭ്യരായിട്ട് തിരിച്ചു പോരേണ്ടി വന്ന സംസ്ഥാനമല്ലേ കേരളം. അപ്പോൾ പിന്നെ കേന്ദ്രത്തെ കുറ്റം പറയുന്നതിന്റെ കാരണം എന്താ? അതായത് കേന്ദ്രം കൊടുക്കുന്ന യാതൊരു നിർദ്ദേശവും അംഗീകരിക്കാതെ ആ സമയത്ത് ധിക്കാരപരമായ മറുപടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പോളിസിക്ക് എതിരാണ്, അങ്ങനെയുള്ള പോളിസി അംഗീകരിച്ചിട്ട് ഒരു പൈസയും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ
ഇവിടെ പണമില്ല എന്ന് മാത്രം പറയരുത്. ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന്. കേരളത്തിൽ യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല. കെ വി തോമസിന് മാസം തോറും 11 ലക്ഷം രൂപ കൊടുക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഇവിടെ ഉണ്ട്. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം, കേരളത്തിന്റെ 10 ഇരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശില് PSC മെമ്പർമാരുടെ എണ്ണം 6, കേരളത്തിലോ 21. ഇവിടെ PSC മെമ്പർമാർക്ക് കിട്ടുന്ന ആനുകൂല്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും കിട്ടുന്നില്ല. അതിനേക്കാൾ വലിയ ആനുകൂല്യം PSC മെമ്പർമാർക്ക് കൊടുക്കുന്നു. ഇഷ്ടം പോലെ പണമുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് 8 ഉപദേഷ്ടാക്കൾ, ലക്ഷക്കണക്കിന് രൂപ വാരിക്കോരി കൊടുക്കാൻ പണമുണ്ട്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും 10 വർഷം കൂടുമ്പോഴാണ് ശമ്പളം വർദ്ധിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ 5 വർഷം കൂടുമ്പോൾ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള പണമുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ 2 വർഷം കഴിയുമ്പോൾ ആജീവനാന്തം പെൻഷൻ കിട്ടുന്ന സംവിധാനം ഇവിടെയുണ്ട്. വാരിക്കോരി കൊടുക്കാൻ പണമുണ്ട്. പിന്നെ എവിടെയാ പണമില്ല എന്ന് പറയുന്നത്? അപ്പോൾ ഈ വരുന്ന പണമൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ നമ്മൾ പഠിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. അഴിമതിക്കും ധൂർത്തിനും കൊള്ളയടിക്കാനും ഇവിടെ ഇഷ്ടം പോലെ പണമുണ്ട്. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലേക്ക് കൊടുക്കാൻ ഒന്നുമില്ല. അതായത് പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി അവരെ കൊള്ളയടിച്ചിട്ട് സമ്പന്നരെ വീണ്ടും സമ്പന്നരാക്കുന്ന അതിഭീകരമായ മുതലാളിത്തമാണ് കമ്മ്യൂണിസത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ആണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്. ആ ഒരു അവസ്ഥ എത്തിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷ്യം തുടർ ഭരണം തന്നെയാണ്.